സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാറ് ഈ പറഞ്ഞതിലൂടെ വ്യക്തമാക്കുന്നത്. സിനിമ രണ്ട് രീതിയിൽ സ്വാധീനിക്കാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം. സിനിമ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ കണ്ടതുകൊണ്ട് അതിനെ ജീവിതത്തിൽ അനുകരിച്ച് ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമ കഴിഞ്ഞിട്ട് ദൃശ്യന്മാതകൾ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നല്ല കാര്യം ആവാഹിച്ചെടുക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉള്ളത്, ഞാൻ ഈ ആകാശദൂത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ സിനിമ അതുവരെയും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലാത്ത വല്യമ്മമാർ വരെ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടു കരഞ്ഞു പോയി എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് എനിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അതിന് സന്തോഷം നൽകിയത് എനിക്ക് കിട്ടിയൊരു കത്താണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് അതിൻ്റെ 150-ാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസം ഞാൻ ആ വേദിയിൽ വെച്ചത് പറയുകയും ചെയ്തു. ഒരാളെനിക്ക് കത്തെഴുതിയത്, അയാൾ കുടുംബത്തിൽ അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളൊരു കുടുംബനാഥനാണ്. അയാൾ തികഞ്ഞ മദ്യപാനിയായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ എൻ്റെ കുടുംബത്തെ ഇനി ഞാൻ മദ്യപിക്കത്തില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ട് എനിക്ക് അയച്ച കത്താണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളുടെ ഒരു കലാ സൃഷ്ടിയിലൂടെ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ അറിയുന്നില്ല അയാൾ മാറുമോയെന്ന്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഒരാൾ എന്നെ എഴുതി അറിയിക്കുന്നു. അല്ലാതെയും ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ, സ്വാധീനം ചെലുത്തിയ സിനിമകൾ സംഭവിച്ചിരിക്കാം. പക്ഷെ ഒരാൾ ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇതാണ്. അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്ത ഒരു സിനിമകളിൽ വെച്ച് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു അംഗീകാരമായിട്ട് ഞാൻ അങ്ങനെ കാണുകയാണ്. അപ്പം സിനിമ നമ്മളെ രണ്ട് രീതിയിൽ സ്വാധീനിക്കാം. അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള സാഹചര്യത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്.